എല്ലാ അമാവാസ്യ പൗർണമി ദിവസങ്ങളിൽ I struggled a lot. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. One day before to full moon day and one day before to the half moon day. പൗർണമിക്കും അമാവാസ്യക്കും ഒരു ദിവസം മുന്നേ Lot of attacks. ഒരുപാട് അറ്റാക്ക് എൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നു. ചില TV ചാനലുകളിൽ Openly they will give the ad. അവർ ഇപ്പോൾ പരസ്യമായി അഡ്വർടൈസ്മെന്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. For every problem, എല്ലാ പ്രശ്നങ്ങൾക്കും there is a solution. ഒരു സൊല്യൂഷൻ ഉണ്ട്. And we also do this vashikaranam. ഞങ്ങൾ വശീകരണവും ചെയ്യും. To get any promotion, people are visiting the witch doctors. ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ മന്ത്രവാദികളെ കാണുക. എൻ്റെ റൂമിൽ ഞാൻ ആത്മാക്കളെ കാണുമായിരുന്നു. It is like a smoke in the form of smoke. ഒരു പുകമറ പോലെ ചിലതിനെ ഞാൻ കാണും. Sudden sounds will come. പെട്ടെന്ന് ശബ്ദങ്ങൾ വരും. Some clothes used to fall from the shelves. എൻ്റെ ഷെൽഫിൽ വെറുതെ ഇരിക്കുന്ന തുണികൾ തനിയെ അത് മറിഞ്ഞു വീഴുമായിരുന്നു. ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പ്രക്ഷേപണം വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. വളരെ പ്രയോജനമുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുവാനാണ്, ജീവിതാനുഭവങ്ങളിൽ നിന്ന് പരാമർശിക്കുവാനാണ് ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. വിശേഷിച്ചും നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ടുള്ള ഒരു ആചാരമെന്ന് വേണമെങ്കിൽ പറയാം, അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന ഒരാചാരമെന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രവാദം, സോൾസറി, ക്ഷുദ്രം, ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടിൽ ഉള്ള ആ പ്രത്യേക മേഖലയെ, മന്ത്രവാദത്തിൻ്റെ മേഖലയെ, ദുർമന്ത്രവാദത്തിൻ്റെ മേഖലയെ സ്പർശിക്കുന്ന ചില കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ ഇത് രണ്ടാമത്തെ മരണം. അവിടെ ക്ഷുദ്രക്കാരെന്ന് പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ സോഴ്സറർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് മാജിക് എന്നോ സോഴ്സറി എന്നോ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആ മേഖലയിൽ ചില പ്രത്യേക സംഘർഷങ്ങൾ അനുഭവിച്ച ഒരു ബഹുമാന്യ കർത്തൃദാസി നമ്മോട് കൂടെയുണ്ട്, പാസ്റ്റർ ത്രിവേണി. കർത്താവിൻ്റെ ദാസി ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മോട് പല കാര്യങ്ങൾ സംസാരിക്കുവാൻ പോകുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അഭിജിത്ത് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുവരെയും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ അഭിജിത്ത് അവറുകൾ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ട്രിവാൻഡ്രം സ്വദേശിയാകുന്ന പാസ്റ്റർ അഭിജിത്ത് അവറുകൾ, പാസ്റ്റർ ത്രിവേണി ഹൈദരാബാദ് സ്വദേശിയാണ്. ഹൈദരാബാദ് സ്വദേശിയാകുന്ന പാസ്റ്റർ ത്രിവേണി അവറുകളെ വിവാഹം ചെയ്തു. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. മാത്രമല്ല വലിയൊരു ആത്മിക ഉത്തരവാദിത്വം കൊടുത്തു. ഇപ്പോൾ ഹൈദരാബാദിൽ സീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചേർച്ചിൻ്റെ ചുമതലയിലാണ് ഇരുവരുമായിരിക്കുന്നത്. അത് വലിയൊരു അത്ഭുതമാണ്. അതിൻ്റെ ആ ആരംഭ സമയങ്ങളെക്കുറിച്ച് പാസ്റ്റർ 1-2 വാക്കുകളൊന്ന് പറയുമോ? ഷുവർ പാസ്റ്റർ, താങ്ക് യു. പാസ്റ്ററിൻ്റെ ഈ ഒരു പ്രക്ഷേപണത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തതിന് പാസ്റ്ററിനോട് ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തിനകത്ത് കൊറോണ വന്നു. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ആദ്യം സീഡ് ഓഫ് ലൈഫ് എന്ന പേര് കർത്താവ് ഞങ്ങൾക്ക് തന്നു. അപ്പം ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വില്ലേജിൽ തന്നെ ഒരു ചർച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ ചർച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ വന്നു. എല്ലാ ചർച്ചുകളും അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ചർച്ച് പൂട്ടി. ഒരു ദിവസം വൈഫ് ഇതുപോലെ അവൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നുള്ളൊരു ദൈവശബ്ദം കേട്ടു. അപ്പം ഇവൾക്കൊരു സ്വഭാവമുണ്ട്, കർത്താവിലേക്ക് വന്നതിന് ശേഷം എപ്പോഴും അന്യഭാഷ സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഇവൾ അടുക്കളയിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവ് പറയുന്ന ഒരു ഓൺലൈൻ പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് അവൾ വീണ്ടും കുക്ക് ചെയ്യാനകത്ത് പോയി. അപ്പം ഞാൻ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവ് പറഞ്ഞതാണെങ്കിൽ ഞാൻ ആരെയും നമ്മുടെ മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യാതെ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഓക്കെ.
അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ലോക്ക്ഡൗൺ ടൈമിൽ രാത്രി 9:30 മുതൽ 10:30 വരെ അന്യഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു അന്ന് ഞങ്ങൾക്ക് പെയ്ഡ് സൂം ഇല്ലായിരുന്നു. ഞങ്ങളൊരു 40 മിനിറ്റ്സിൻ്റെ ഫ്രീ സൂമിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് 1-2 പരിചയമുള്ള ആളുകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരാളെ വന്നുള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള 1-2 പേര് ജോയിൻ ചെയ്തു. അങ്ങനെ ആദ്യത്തെ ദിവസം 5 പേര് ജോയിൻ ചെയ്തു. പിന്നെ 5, 7 7, 10 അങ്ങനെ അത് സ്പ്രെഡാവാൻ തുടങ്ങി. അവസാനം ഞങ്ങൾക്കൊരു ലോക്ക്ഡൗൺ ഒരു 3-4 മാസമായപ്പോൾ 60 മുതൽ 70 പേര് വരെ ദിവസവും കണക്ട് ചെയ്യുന്ന രീതിയിൽ ആ ഈവനിങ് പ്രേയറിനെ ദൈവം വളർത്തി. അതിലേറ്റവും രസകരമായ സംഗതി എന്ന് ചോദിച്ചാൽ അതിനകത്ത് മലയാളികൾ ആരും ഇല്ലായിരുന്നു. ജോയിൻ ചെയ്ത ആൾക്കാരെല്ലാവരും തെലുങ്കരും കന്നഡക്കാരും തമിഴരുമായിരുന്നു. ഞങ്ങൾ പ്രേയർ തുടങ്ങി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾ 10-15 മിനിറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, പിന്നെ ഒരു ചെറിയ ദൈവവചനം കൊടുക്കും. കണക്റ്റായ ആളുകൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനകളിൽ ഭയങ്കര അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് ആദ്യത്തെ ഒരു അത്ഭുതം, കൊറോണ ബാധിച്ച ഒരു ആൻറ്റി, അവർ പ്രഗ്നൻ്റ് ആയിരുന്നു, 8 months പ്രഗ്നൻ്റ് ആയിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. അപ്പം അന്ന് ഈ കൊറോണ കുഞ്ഞുങ്ങൾക്ക് പകരുമോ പകരത്തില്ലയോ എന്ന് അന്നും ഡോക്ടർക്ക് അറിയത്തില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് ആ സിസ്റ്റർ ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നൊരു സിസ്റ്ററായിരുന്നു. പക്ഷേ അവർ ആ ലോക്ക്ഡൗൺ സമയത്ത് ക്വാറന്റൈനിൽ ഇരുന്നിട്ട് ഞങ്ങളെ ഫോൺ ചെയ്തു. ആ ക്വാറന്റൈനിൽ അവർ പ്രേയറിന് കണക്റ്റ് ആയിരുന്നു. കർത്താവ് വലിയ അത്ഭുതത്തിൽ അവരെ സൗഖ്യമാക്കി. ആ കുഞ്ഞ് നോർമലായിട്ട് ആ കുഞ്ഞിനെ ഡെലിവറി ചെയ്തു. അങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി, ഓരോ സൗഖ്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പിലോട്ട് കൊറോണ ലോക്ക്ഡൗൺ ചർച്ചുകളൊക്കെ ചെറുതായിട്ടൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ആ സമയത്ത്. അതും ഒള്ളി ആരാധന മാത്രമേ നടത്താവൂ, ആൾക്കാർക്കൊന്നും വരാനുള്ള ഒരു സാഹചര്യവുമില്ല. ആ സമയത്ത് ഒരു ദിവസം ത്രിവേണി ഇതുപോലെ വീണ്ടും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു, കർത്താവ് പറയാണ് ഹൈദരാബാദിലേക്ക് പോകണം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ കാര്യം ദൈവാലോചന കേട്ട് അത് അനുസരിച്ച്. ഇവിടെ സഹോദരിമാർക്കൊരു നല്ല സന്ദേശമുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയും. സോ ഞങ്ങളൊരു ദൈവത്തിനോടൊരു, അപ്പം അതൊരു വലിയ സ്റ്റെപ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ദൈവം പറഞ്ഞു, പക്ഷേ ഞങ്ങളൊരു കൺഫർമേഷൻ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇവള് പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഹൈദരാബാദിൽ നിന്നൊരു ചർച്ചിൻ്റെ ആനിവേഴ്സറിക്ക് ഒരു ഇൻവിറ്റേഷൻ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൺഫർമേഷനായി, കർത്താവ് എന്തോ അവിടെ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈനിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിടയായി. ഹൈദരാബാദിലേക്ക് വന്ന് ഫസ്റ്റ് 1 year ഞങ്ങൾ ആ ഓൺലൈൻ മിനിസ്ട്രി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. വേറെ ചെറിയ 1-2 ഹൗസ് പ്രേയേഴ്സ്, അങ്ങനെ ചെറിയ ചെറിയ പ്രേയേഴ്സ് അല്ലാതെ വേറെ വലിയ മീറ്റിങ്ങുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 1 വർഷം കഴിയാറായപ്പോൾ വീണ്ടും ഇതേ കിച്ചണിൽ വെച്ച് ഒരു ഡ്രീമിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവളോട് വീണ്ടും സംസാരിച്ചു. ഞാൻ നിങ്ങൾക്കൊരു ചർച്ച് തരും, അത് സെക്കൻഡറാബാദിനടുത്തായിരിക്കും. ഫസ്റ്റ് സർവീസിൽ തന്നെ മിനിമം 100 മെമ്പേഴ്സിന് മേളിലുണ്ടാവും എന്ന് ദൈവം സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ഓൺലൈനിൽ പോലും ആ വീട്ടിലെ എല്ലാ ആൾക്കാരെയും കൂട്ടിയാൽ പോലും 100 പേര് തികയത്തില്ല. അപ്പം ആ ദൈവശബ്ദമായതുകൊണ്ട് ഞങ്ങളങ്ങ് ബ്ലൈൻഡായിട്ട് അതിനെ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോഴാണ് ഇവളുടെ ടെസ്റ്റിമണി ഞങ്ങൾ വിജയവാഡയിൽ ഒരു മീറ്റിങ്ങിൽ പറയുന്നത്. അങ്ങനെ മീറ്റിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു പാസ്റ്റർ ഇത് കേട്ടിട്ട് ആ പാസ്റ്റർ വന്നിട്ട്, സിസ്റ്ററിൻ്റെ ടെസ്റ്റിമണി ഞങ്ങളുടെ ചാനലിലൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ പാസ്റ്റർ ഞങ്ങളുടെ പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ അല്ലാതെ വേറൊരു നമ്പർ നിങ്ങൾ എടുത്തോണം, ചിലപ്പോൾ ആൾക്കാർ വിളിക്കും, ചിലപ്പം ആദ്യത്തെ ആഴ്ചകൾ ഭയങ്കര കോൾ വോളിയം ആയിരിക്കും, അതുകൊണ്ടൊരു വേറൊരു നമ്പർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതിയ നമ്പറൊക്കെ എടുത്ത് അത് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ മധ്യത്തിൽ ഞങ്ങളൊരു ഡെലിവറൻസ് ക്യാമ്പ് ഇവിടെ ഹൈദരാബാദിൽ ചെയ്തു. അത് 2ാമത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ ഏകദേശം 50 പേര് പങ്കെടുത്തു. ആ ക്യാമ്പ് സെൻറ്ററിൻ്റെ മെയിൻ മാനേജർ ഞങ്ങളോട് ചോദിച്ചു, ചർച്ച എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ചർച്ചില്ല, ഞങ്ങൾക്ക് ഓൺലൈൻ മിനിസ്ട്രി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഞങ്ങളോട് ഭയങ്കര ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച തുടങ്ങാത്തത്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിസ്കിൽ ഞങ്ങൾക്ക് സെക്കൻഡറാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ ഹാള് ഞങ്ങൾക്ക് കാണിച്ചു തന്നു.
അപ്പോൾ ആ ദൈവം സംസാരിച്ച ഡ്രീമും ആ സ്ഥലവും അവിടെ അത് മാച്ചായി. ഞങ്ങൾ എന്നിട്ട് ഈ ചർച്ചിന്, അപ്പോൾ ആ ഹാളിനകത്ത് വേറൊരു ഓഫീസ് നടക്കുമായിരുന്നു. അവരതിനെ ക്ലിയർ ചെയ്തിട്ട് അവരതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്ത് ഞങ്ങൾ എടുക്കാമെന്നുള്ള ധാരണയിലിരിക്കുമ്പോഴാണ് ഈ ടെസ്റ്റ് മണി, വൈഫിൻ്റെ ടെസ്റ്റ് മണി യൂട്യൂബിൽ റിലീസാകുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ മിനിമം 500 to 600 കോൾസ് വരാൻ തുടങ്ങി. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ചർച്ച എവിടെയാണ്? ഞങ്ങൾ ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്, ഞങ്ങൾക്ക് വിടുതലില്ലാതിരിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, പിശാച് ഞങ്ങളുടെ ഭവനത്തെ ഇല്ലായ്മ ചെയ്ത്. ഞങ്ങൾക്ക് വന്ന കോളിൽ 95% ഈ വിച്ച് ക്രാഫ്റ്റ് ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾസാണ് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾ 2 ഫോൺ മാറ്റേണ്ട അവസ്ഥ വന്നു. കാരണം അത്രയും കോൾ, ഒരു കോൾ വയ്ക്കുന്നതിന് മുമ്പ് അടുത്ത കോൾ. ആ ടെസ്റ്റ് മണി വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാലും നിയർലി 4 lakh പീപ്പിൾ കണ്ടു, 4 ലക്ഷം പേര് കണ്ടു. ആ യൂട്യൂബിൽ ആ റിലീസ് ചെയ്ത പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വീഡിയോ, ഞാൻ ഒത്തിരി ടെസ്റ്റ് മണി വീഡിയോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു വീഡിയോ അവസാനം ആൾക്കാർ വിളിച്ചിട്ട്, നിങ്ങൾ ആ സിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് വരെ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്താനിടയായി. അങ്ങനെ ഞങ്ങൾ 1 മാസം ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഈ ഹാള് തരാനുള്ള ഞങ്ങൾക്ക് മെയ് 1st വീക്ക് തൊട്ട്, അവിടെ അപ്പോഴേ വർക്ക് തീരത്തുള്ളൂ, മെയ് 1st വീക്ക് തൊട്ട് ഹാള് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കോണ്ടാക്ട്സിലെല്ലാം ഞങ്ങളിങ്ങനെ ഈ സൺഡേ മുതൽ മീറ്റിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നമ്മുടെ ഈ മീറ്റിങ്ങുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ഒരു ബ്രദറും, അവന് ആ സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്, ഞാനും അവനോട് നേരെ ഹാളിൽ ചെന്നിട്ട് ഞങ്ങളൊരു അവിടെ ഉണ്ടായിരുന്ന ഒരു 60 കസേര അവിടെ ഇട്ടു. പക്ഷേ ഞങ്ങൾ ഈവനിങ് സർവീസാണ്, സ്ലോട്ടാണ് ഞങ്ങൾക്ക് ഹാളിൽ കിട്ടിയത്. പക്ഷേ ആദ്യത്തെ ദിവസം ഓവർഫ്ലോ ആയിരുന്നു ക്രൗഡ്. പക്ഷേ അന്ന് ദൈവം തുടങ്ങിയ ഈ മൂവ്മെൻറ്റ് ഇപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്. സോ പാസ്റ്റർ ത്രിവേണി മലയാളം മനസ്സിലാകും, പക്ഷേ മലയാളത്തിൽ സംസാരിക്കത്തില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതായിരിക്കും. പാസ്റ്റർ ത്രിവേണിക്കാണ് വിച്ച് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുള്ളത്. തൻ്റെ ജീവിതത്തിനെതിരെ വിച്ച് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അത് മുഖാന്തരം മരണത്തിൻ്റെ അരികിൽ വരെ എത്തി. എന്നാൽ അവിടുന്ന് അത്ഭുതകരമായി യേശു രക്ഷിച്ചു. Would you please explain your testimony related with your witchcraft experiences? Sure, Pastor. Thank you so much for giving this opportunity to share my testimony among the Malayalis. Because in Andhra, Telangana, my testimony became, by God's grace, only His grace, it became very big viral. Because many are going through the witchcraft and all. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ടെസ്റ്റിമണി ആന്ധ്ര തെലങ്കാനയിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അത് ഒത്തിരി പേര് കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീർന്നു. So I was affected highly with the witchcraft. ഞാൻ മന്ത്രവാദത്താൽ ഭയങ്കരമായിട്ട് ഞാൻ ബാധിക്കപ്പെട്ടു. I am not a born Christian. ഞാൻ ജനനം കൊണ്ട് ക്രിസ്ത്യാനിയല്ല. എനിക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. So from my childhood onwards some witchcraft was there in the family. എൻ്റെ ചെറുപ്രായം മുതലേ ഞങ്ങളുടെ കുടുംബത്തിൽ മന്ത്രവാദം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. So when I was in my MBA, ഞാൻ MBA പഠിക്കുന്ന സമയത്ത് I finished my MBA finance. ഞാൻ MBA ഫിനാൻസ് കഴിഞ്ഞ ആളാണ്. At that time, ആ സമയം my situation went to like a peak level. I was in a high struggle of the witchcraft. ഞാൻ മന്ത്രവാദത്താൽ ബാധിക്കപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ കഠിനമായ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. When in my according to the my family background and all, I was very sincere follower of all the rituals and all. ഞാനായിരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ, ഞാനായിരുന്ന കുടുംബത്തിൽ, ഞങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം ഞാൻ വളരെ ശക്തമായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. So our family was like that. ഞങ്ങളുടെ കുടുംബമേ അങ്ങനെയായിരുന്നു. But when I was in MBA, ഞാൻ MBA പഠിക്കുന്ന സമയത്ത് that time my situation became I was a bedridden. ഞാൻ ഒരു കിടരോഗിയാകുന്ന അവസ്ഥയിലേക്ക് മാറി. When I went to hospital, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ then all the tests I have gone through, all the tests from head to toe. ഞാൻ തല മുതൽ കാല് വരെയുള്ള എല്ലാ ടെസ്റ്റുകളിലും ഞാൻ കടന്നുപോയി. And all were normal. എല്ലാ ടെസ്റ്റുകളും മെഡിക്കലി ഞാൻ നോർമലാണ്. Then someone said to my mother that, അപ്പോൾ എൻ്റെ അമ്മയോട്
ഒരാൾ പറഞ്ഞു some witchcraft was done against your daughter. നിങ്ങളുടെ മകൾക്കെതിരായി ഏതോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. Then they told that better you visit some witch doctor. നിങ്ങൾ ഏതെങ്കിലും മന്ത്രവാദികളെ പോയി കാണുക. Some visit some, bring some lemons or whatever they tell, just do it. അവർ എന്തൊക്കെ പറയുന്നോ അത് നിങ്ങൾ ചെയ്യുക. We went, we have visited many people. ഞങ്ങൾ ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദത്തിന് പരിഹാര കർമ്മം ചെയ്യുന്ന പലരെയും കണ്ടു. Some So people, by the way, just I want to ask, we live in a very advanced world with all these advanced things, and intellectually also we live in a modern time, and even in this era where there are witch doctors still. yeah, there are many witch doctors. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മന്ത്രവാദികളുണ്ട്. And nowadays witchcraft is more than older days. പഴയ കാലത്തേക്കാൾ ഇപ്പോൾ വിച്ച് ക്രാഫ്റ്റും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. വളരെ വിചിത്രമായിരിക്കും. Yeah. അപ്പോൾ ഇത് വളരെ വിദ്യാഭ്യാസമുള്ളവരൊക്കെയാണോ ഇത് ചെയ്യുന്നത്? Yes. Even if you see in the corporate office, anywhere, not only in the corporate office, കോർപ്പറേറ്റ് മേഖലയിൽ നോക്കിയാൽ പോലും witchcraft is very high. മന്ത്രവാദം ഒന്നും വളരെ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. To get any promotion, people are visiting the witch doctors. ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ മന്ത്രവാദികളെ കാണുകയാണ്. To everything, not only in the corporate offices and in the business, it's became quite normal. This witchcraft became quite normal. ബിസിനസ് മേഖല നോക്കുകയാണെങ്കിൽ മന്ത്രവാദം എന്ന് പറയുന്നത് വളരെ നോർമലായി കഴിഞ്ഞു. അതില്ലാതെ ഒരു ബിസിനസ് ഇല്ല ഇപ്പോൾ. Even here in Hyderabad, ഞങ്ങൾ താമസിക്കുന്ന ഹൈദരാബാദ്, in some of the TV channels, ചില TV ചാനലുകളിൽ openly they will give the ad അവർ ഇപ്പോൾ പരസ്യമായി അഡ്വർടൈസ്മെന്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. for every problem. എല്ലാ പ്രശ്നങ്ങൾക്കും There is a solution. ഒരു സൊല്യൂഷൻ ഉണ്ട്. And we also do this vashikaranam. ഞങ്ങൾ വശീകരണവും ചെയ്യും. If you are loving any girl, നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയെ you are സ്നേഹിക്കുകയാണെങ്കിൽ, loving any boy, നിങ്ങൾ ഏതെങ്കിലും ആൺകുട്ടിയെ or സ്നേഹിക്കുകയാണെങ്കിൽ, any marriage collapsed, നിങ്ങൾക്കൊരു കല്യാണത്തെ നശിപ്പിക്കണമെങ്കിൽ, Openly വിവാഹ there- ജീവിതത്തെ നശിപ്പിക്കണമെങ്കിൽ, openly they are giving advertisement. അവർ ഓപ്പൺ ആയിട്ട് അഡ്വർടൈസ്മെന്റ് Please കൊടുക്കും. come and visit us. അത്ഭുതകരമായിരിക്കുന്നു. So you please continue your testimony. Thank you, Pastor. So we have visited many people. ഞങ്ങൾ ഇതുപോലുള്ള പരിഹാര കർമ്മം ചെയ്യുന്ന ഒത്തിരി ആളുകളെ കണ്ടു. So they gave some lemons, some tavis, those things from Vibhuti. അവർ ഞങ്ങൾക്ക് കുറച്ച് ഭസ്മമോ അല്ലെങ്കിൽ ഒരു നാരങ്ങയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർ തന്നുവിടും. 1 day, 2 days, it will be fine. 1-2 ദിവസം എല്ലാം ഓക്കെ ആയിരിക്കും. But again it will back to normal. വീണ്ടും എല്ലാം പഴയ പ്രശ്നത്തിലേക്ക് മടങ്ങി വരും. And I did not trusted this witchcraft. ഞാൻ ആദ്യം ഇതിലൊന്നും വിശ്വസിക്കുമായിരുന്നില്ല. I was highly involved in the spiritual activities. ഞാൻ എൻ്റെ മതത്തിൽ ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന Then I ആളാണ്. thought that these people are playing for money's sake, they are playing dramas. ഞാൻ ചിന്തിച്ചത് ഇവരെല്ലാം പണത്തിന് വേണ്ടി എന്തോ കാട്ടിക്കൂട്ടുന്നു എന്നാണ് ഞാൻ But വിചാരിച്ചത്. again that problem is repeating. വീണ്ടും ആ പ്രശ്നം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. For every full moon day and half moon day, എല്ലാ അമാവാസ്യ പൗർണമി ദിവസങ്ങളിൽ I struggled a lot. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. In one day before to full moon day and one day before to the half moon day, പൗർണമിക്കും അമാവാസ്യക്കും ഒരു ദിവസം മുന്നേ lot of attacks. ഒരുപാട് അറ്റാക്ക് എൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നു. I used to see some kind of spirits in the house. എൻ്റെ റൂമിൽ ഞാൻ ആത്മാക്കളെ കാണുമായിരുന്നു. It is like a smoke in the form of smoke. ഒരു പുകമറ പോലെ ചിലതിനെ ഞാൻ And കാണുമായിരുന്നു. sudden sounds will come. പെട്ടെന്ന് ശബ്ദങ്ങൾ വരും. Some clothes used to fall from the shelves. എൻ്റെ ഷെൽഫിൽ വെറുതെ ഇരിക്കുന്ന തുണികൾ തനിയെ അത് മറിഞ്ഞു വീഴുമായിരുന്നു. Yeah, when I shared these things to the people, many people did not trusted me. ഞാനിത് പല വ്യക്തികളോട് പറഞ്ഞപ്പോൾ ആരും ഇത് ആദ്യം വിശ്വസിച്ചില്ല. No, I know that something is happening. എനിക്കറിയാം എന്തോ സംഭവിക്കുന്നുണ്ട്. Because when witchcraft is happening, we won't have any peace of mind. മന്ത്രവാദം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിന്റെ സമാധാനം പരിപൂർണമായി നഷ്ടപ്പെടും. It's a high depression, mind attacks. മനസ്സിന് എപ്പോഴും മനസ്സിൽ ആരോ വന്ന് മനസ്സിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നും. We know that some presence, some demonic presence is there, but that time we don't know how to explain it. നമുക്ക് അറിയാൻ കഴിയും ഏതോ ഒരു ദുരാത്മാവിന്റെ ഒരു പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്കത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. Again, sorry, I just want to interfere as you're talking. ഇതൊരു സൈക്കാട്രിക് ഇഷ്യൂ ആണെന്ന് പറയാനൊക്കത്തില്ലേ? ഡിപ്രഷന്, മനസ്സിന്റെ പ്രശ്നമേ, ആകുലത. അപ്പോൾ അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കാണുകയുണ്ടാകും. Yeah, I have visited that doctor also. ഞാൻ സൈക്കാട്രിസ്റ്റിനെയും കണ്ടു. Because I was very bold.
ഞാൻ വളരെ ബോൾഡായിട്ട് I don't have any mind related issues. എനിക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. When I visited the doctor, ഞാൻ ആ ഡോക്ടർമാരെ കണ്ടപ്പോൾ, സൈക്കാട്രിസ്റ്റിനെ കണ്ടപ്പോൾ yeah, he said that അദ്ദേഹം എന്നോട് you പറഞ്ഞു, don't have any problem. നിനക്ക് ഒരു പ്രശ്നമില്ല, You are just imagining, that's it. നീ എല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. Then I told to the doctor, ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, why I will imagine? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണം? Because at that time I was very busy person. ഞാൻ ആ സമയത്ത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബിസി ആയിട്ടുള്ള ആളായിരുന്നു. Night time I have to go to office, night shift it was. എനിക്ക് ആ സമയത്ത് ഒരു ജോലി കിട്ടി. രാത്രി കാലങ്ങളിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് It ചെയ്യുമായിരുന്നു. was a very big MNC company. ഞാനൊരു വലിയ MNC കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. Yeah, morning 3-4 hours I'll sleep and then I have to go to college. ഞാനൊരു 3-4 മണിക്കൂർ ഉറങ്ങി വീണ്ടും ഞാൻ കോളേജിലേക്ക് I പോകും. was very active, I was very healthy. ഞാൻ വളരെ ആക്റ്റീവ് ആയിരുന്നു, വളരെ ഹെൽത്തി ആയിരുന്നു. Then the doctor said that ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, after listening my history, എൻ്റെ ഈ ചരിത്രമെല്ലാം കേട്ടിട്ട് he പറഞ്ഞു, said that you don't have any problem. നിനക്ക് ഒരു പ്രശ്നവുമില്ല. So normally spiritual issues doctors cannot understand, main psychiatric thing. What they will do is they will give one pill, one tablet. For that we have to sleep, we will sleep for 8 to 9 hours. ഈ ദുരാത്മ സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ ഉറക്ക ഗുളിക തരും. അത് കഴിച്ചാൽ മണിക്കൂറുകൾ നമ്മൾ കിടന്ന് ഉറങ്ങും. അല്ലാതെ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. Even that time I don't know that I was in high, they did witchcraft against me. എനിക്ക് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു ഈ ഇത്രയും വലിയ മന്ത്രവാദം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന്. I was thinking some problem is happening. ഞാൻ ചിന്തിച്ചത് എന്തോ പ്രശ്നമുണ്ട് എൻ്റെ ജീവിതത്തിൽ. And we know one family astrologer. ഞങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു ജ്യോതിഷം നോക്കുന്ന ഒരാളുണ്ടായിരുന്നു. Because family completely involved in the astrology. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഈ ആസ്ട്രോളജിയിലും ജ്യോതിഷ ശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. And he also said the same thing. അദ്ദേഹവും ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, You don't have any problem. നിനക്ക് പ്രശ്നമായിട്ടൊന്നുമില്ല, But you better you stop your job. നീ നിന്റെ ജോലി നിർത്തുക. Then I said that why I have to job, that is such a big job. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ ജോലി മതിയാക്കുന്ന, അത്രയും വലിയ MNC കമ്പനിയിലെ ജോബാണല്ലോ. Then he did one thing. അയാൾ ഒരു കാര്യം He ചെയ്തു. said one thing. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. Within few days you are going to resign your job. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ വളരെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ നീ നിന്റെ ജോലി നീ രാജിവെക്കും. And we both were speaking like this. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന He was like സമയത്ത് an uncle. അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. And he just came and took my hair. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ഒരു തലമുടി അദ്ദേഹം എടുത്തു. I forgot that one. ഞാനത് മറന്നുപോയി. Normally everything I'll tell to my mother. ഞാൻ നോർമലി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. But I forgot that incident. ഞാൻ ആ സംഭവം ഞാൻ മറന്നുപോയി. Just after few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ if I go to my office, എൻ്റെ ഓഫീസിലേക്ക് ഞാൻ ചെന്നാൽ I'll feel that someone is poking on my chest. എനിക്ക് അനുഭവപ്പെടുന്നത് ആരോ ഒരു സൂചി കൊണ്ട് എൻ്റെ നെഞ്ചിൽ കുത്തുന്നത് പോലെ എനിക്ക് Then ഫീൽ I ചെയ്യും. used to tell lies to my team leader. ഞാൻ എൻ്റെ ടീം ലീഡറിനോട് ആ സമയത്ത് ഞാനൊരു കള്ളം പറയും. One day I said to her that stomach is paining or head is paining, headache is coming. Some lies I used to tell, and then I used to come out of the office. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഓഫീസിലെ ജോലി ചെയ്യുന്ന എൻ്റെ ടീം ലീഡറിനോട് എനിക്ക് വയറുവേദനയാണെന്നോ തലവേദന, അങ്ങനെ നിരന്തരമായി ഞാൻ ഓരോ എക്സ്ക്യൂസുകൾ പറയാൻ തുടങ്ങി. The moment I come out of the office, I'll be fine. ഞാൻ എപ്പോൾ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നു അപ്പം ഞാൻ നോർമലാകും. And I used to think why I behaved like this in office. ഞാൻ ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഓഫീസിൽ ഞാൻ ഇങ്ങനെ പെരുമാറിയത്. Then I decided no, tomorrow onwards I have to be very regularly I have to go to office. ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുക്കും, നാളെ മുതൽ വളരെ കൃത്യമായി ഞാൻ ഓഫീസിൽ പോകണം. Same thing repeated every day. ഈ സെയിം പ്രശ്നം നിരന്തരമായി എൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരുന്നു. The moment I sit on my chair, something was poking and my head was breaking. Again I used to tell some lie to my team leader and I come out of the office. ഞാൻ ഓഫീസിൽ എൻ്റെ ചെയറിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ നെഞ്ചിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ, തലയിൽ എന്തോ കൊണ്ട് അടിക്കുന്നത് പോലെ പെട്ടെന്ന് ഞാൻ ചെന്നൊരു കളവ് പറയുകയും ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. Then I called to that uncle. ഞാൻ ആ അങ്കിളിനെ വിളിച്ചു. Uncle, like this it is happening. ഇങ്ങനെ സംഭവിക്കുകയാണ്. What can I do? ഞാൻ എന്ത് ചെയ്യണം? I want to resign my job. എൻ്റെ ജോലി എനിക്ക് രാജിവെച്ചേ മതിയാവൂ. Then that uncle said that. ആ അങ്കിൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, I know, I expected this. ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണ്. That's what I want. അതാണ് എനിക്ക് ആവശ്യം. Okay, you resign it. നീ റിസൈൻ ചെയ്തോ. Even that time I don't know, I did not understood these things. ഈ കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. Then when I resigned and I came out, ഞാൻ ജോലി രാജിവെച്ച് പുറത്തു വന്നപ്പോൾ I
have completed my 2 months of that period and I came out. ഞാൻ 2 മാസത്തെ എൻ്റെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. My situation became more worst. എൻ്റെ അവസ്ഥ വീണ്ടും പരിതാപകരമാകാൻ തുടങ്ങി. I have my exams. എനിക്ക് എക്സാം ഉണ്ട്. I have to finish my MBA. എൻ്റെ MBA ഞാൻ അപ്പോൾ പൂർത്തീകരിച്ചിരുന്നില്ല. Then we came to know that this uncle did witchcraft against me. എന്നിട്ട് ഞാൻ അറിഞ്ഞു, ഞാൻ ജ്യോതിഷം നോക്കാൻ പോയ വ്യക്തി എനിക്കെതിരെ മന്ത്രവാദം ചെയ്തു. Why? I'll tell. Yeah. I'll tell. ഞാൻ പറയാം. So what happened is, എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, then we also got same doubt. ഞങ്ങൾക്കും ഇതേ സംശയമുണ്ടായി. Why? What is the purpose of doing witchcraft against me? എന്തിനാണ് എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നത്? We are not that much big shots. ഞങ്ങൾ വലിയ ആളുകളൊന്നുമല്ല. We are just above middle class family. ഞങ്ങൾ ജസ്റ്റ് എബോ മിഡിൽ ക്ലാസ് ഫാമിലി. We also did not understood. ഞങ്ങൾക്കും ഇത് മനസ്സിലായില്ല. But we stopped speaking with that person. ഞങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് മതിയാക്കി. And someone said that just to go and visit some people, they'll give taviz or lemon or something. ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ പോയി ഏതെങ്കിലും മറ്റാൾക്കാരെ കാണുക. അവർ ഞങ്ങൾ ചെന്ന ആൾക്കാരെല്ലാം ഒന്നുകിൽ എന്തെങ്കിലും ഒരു തായത്ത് ഞങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷം തരും, ഏലസ് തരും, അല്ലെങ്കിൽ ഒരു നാരങ്ങ തന്ന് ഞങ്ങളെ തിരിച്ച് വീട്ടിൽ വിടും. I took that one 2 days, 3 days, it is fine. 2-3 ദിവസം അത് വർക്ക് ചെയ്യും. But again full moon day, half moon day, big attack will come. വീണ്ടും പൗർണമി അമാവാസ്യ ദിവസങ്ങൾ വരുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്യും. I feel that some worms are on the wall. എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ ചുമരിൽ പുഴുക്കൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. And I feel that when I'm having food, some hair is coming. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൽ തലമുടി കിടക്കുന്നത് പോലെ. But physically hair is not there. പക്ഷേ ശരിക്കും അവിടെ ഒരു തലമുടി ഇല്ല. But I feel like that. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. These kind of problems earlier I did not faced anything. ഈ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. Then we have visited some other people. ഞങ്ങൾ വേറെ ആൾക്കാരെ കണ്ടു. And they said that a big witchcraft was happening. അവർ ഞങ്ങളോട് പറഞ്ഞു, ഏതോ ഒരു മന്ത്രവാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ പേര്. Then I started visiting everywhere. ഞാൻ എന്നിട്ട് എല്ലാ ആളുകളെയും വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. Then some big people said that ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ they are very professionals in this. അവർ ഈ മന്ത്രവാദത്തിൽ വലിയ പ്രൊഫഷണലാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, They told one thing. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, Is please you people don't stop going here and there. നിങ്ങൾ അവിടെ ഇവിടെയും പോകുന്ന മതിയാക്കുക. Okay, because they have done very big witchcraft. അവർ വലിയ മന്ത്രവാദം ചെയ്തു. Okay, mostly this is not we cannot reverse this witchcraft. ഈ മന്ത്രവാദത്തെ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയത്തില്ല. Then we are very silent, and that time we started trusting witchcraft. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഈ മന്ത്രവാദത്തിൽ വിശ്വസിച്ച് തുടങ്ങിയത്. My skin on my neck, my hand, everything it went off. എൻ്റെ കഴുത്തിലെ ചർമ്മം അത് അവിടെ വൂൺസ് ഉണ്ടാകാൻ തുടങ്ങി, മുറിവുകൾ ഉണ്ടാകാൻ തുടങ്ങി. എൻ്റെ കയ്യിലെ ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ തുടങ്ങി. ആ പഴയ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴും ഉണ്ടല്ലേ? Some photos are there, but other photos, when I came to Christ and all, some pastors told to delete it because we'll be scared every time. So I have deleted those things, but some photos are there. I'll share definitely. ഇപ്പോഴും ചില എൻ്റെ പഴയ ഫോട്ടോകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. So when it happened like that, when I was my skin, that those people said that the devil started, that witchcraft started eating your body. എന്നെ കണ്ട ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ മന്ത്രവാദം നിന്റെ ശരീരത്തെ ഭക്ഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. I have visited many big dermatologists in Hyderabad. ഹൈദരാബാദിലെ നമ്പർ 1 ഡെർമറ്റോളജിസ്റ്റിനെ അടുത്ത് ഞാൻ പോയി. Even they asked me what happened to your skin. അവരും ചോദിച്ച ചോദ്യം, നിന്റെ ചർമ്മത്തിന് എന്താണ് പറ്റിയത്? Then I told, you studied MBBS, you are dermatology, you have to tell what happened to me. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളാണ് ഡെർമറ്റോളജി പഠിച്ചത്, നിങ്ങളാണ് എന്നോട് പറയേണ്ടത്. Then they said that first time we are seeing this kind of a skin allergy. അവർ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു സ്കിൻ അലർജി ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. Then they gave some medicine and they sent me off. അവർ കുറച്ച് മരുന്ന് തന്നു, അവർ ഞങ്ങളെ തിരിച്ചു വിട്ടു. Then in the night times I couldn't sleep properly. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയുമായിരുന്നു. I turn off all the lights in my room. എൻ്റെ റൂമിലെ കംപ്ലീറ്റ് ലൈറ്റുകൾ ഞാൻ ഓഫ് ചെയ്യും. And I'll put some candles around me. എൻ്റെ ചുറ്റും ഞാൻ കുറെ മെഴുകുതിരി കത്തിച്ചു വെക്കും. Someone said that time, ആരോ എന്നോട് പറഞ്ഞു, candles are there, lights are there, if rooms are not dark means this demon, that devil will not attack you. ഈ റൂം മുഴുവൻ ലൈറ്റ് ഇട്ടിട്ട് മെഴുകുതിരി വെച്ച് കഴിഞ്ഞാൽ പിശാചുക്കൾ നിന്നെ അറ്റാക്ക് ചെയ്യത്തില്ല. I couldn't sleep. I did not slept for 3 to 4 months. 3-4 മാസം എനിക്ക് ഉറക്കമേ ഉണ്ടായിരുന്നില്ല. No sleep at all. ഒരു മിനിറ്റ് പോലും ഞാൻ ഉറങ്ങി. If I want to sleep, എനിക്ക് ഉറങ്ങണമെങ്കിൽ I'll tell my mother is a Sanskrit lecturer. എൻ്റെ അമ്മ ഒരു സംസ്കൃത് ലെക്ചറർ. She have to put leave.
അമ്മ ലീവ് എടുത്തിട്ട് She have to sit in chair and she have to look at me continuously. Then I'll close my eyes and I'll sleep. എൻ്റെ കട്ടിലിന്റെ അടുത്ത് അമ്മ കസേരയിലിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞാൻ കുറച്ചു നേരം ഉറങ്ങും. Full fear, shivering. ഭയം, വിറയൽ, Full shivering. ശരീരം മുഴുവൻ വിറയൽ. Like this it was happening. അങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So my mother, as I told you, my mother works in a college. She's a Sanskrit lecturer, and that time she was a vice principal. ആ സമയത്ത് എൻ്റെ അമ്മ സംസ്കൃത് ലെക്ചറാണ്, ഒരു കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ Now also she's working. ഇപ്പോഴും എൻ്റെ അമ്മ ജോലി That ചെയ്യുന്നു. time, yeah. So we will do one thing. Yeah. As our time is up, ഇപ്പോൾ നമ്മുടെ സമയം അതിൻ്റെ പരിമിതിയിൽ എത്തിയിരിക്കുന്നതിനാൽ ഈ എപ്പിസോഡിൽ ഒരു സർപ്രൈസിൽ ഞങ്ങൾ നിർത്തുകയാണ്. ഈ സംഭവങ്ങളുടെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ക്ലൈമാക്സിൽ ഞങ്ങൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയാണ്. അടുത്ത എപ്പിസോഡ് കാണുവാൻ വേണ്ടിയുള്ള ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാണണം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനാൽ ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഷീബ നമ്മോടൊപ്പം ഉണ്ടല്ലോ. ഷീബ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇതിന് കർത്താവാകുന്ന യേശു അത്ഭുതകരമാകുന്ന വിടുതൽ നൽകി തരുവാൻ പോകുന്നു. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവെ. ഇന്നും അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ. ഇന്നും കർത്താവെ ജീവിതങ്ങളെ കർത്താവെ അവരുടെ ആ കുഴിയിൽ നിന്ന് അവരെ പുറത്തിറക്കി അവരെ സ്വതന്ത്രമാക്കുന്നല്ലോ കർത്താവെ. അങ്ങയുടെ മകൾ കർത്താവെ, അങ്ങയുടെ ദാസി ത്രിവേണിയുടെ ജീവിതത്തിൽ അങ്ങ് വലിയ അത്ഭുതങ്ങളെയാണ് ചെയ്തത് കർത്താവെ. ഈ മെസ്സേജ് കണ്ടിരിക്കുന്ന ജീവിതങ്ങൾ കർത്താവെ, ഈ പ്രശ്നത്തിലൂടെ ഇതേപോലത്തെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, അവർക്കൊരു ഉത്തരം തേടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെ വലിയൊരു വിശ്വാസം അങ്കുരിക്കട്ടെ കർത്താവെ. ശത്രു ഏതൊക്കെ മേഖലകളിലും അവരെ നശിപ്പിക്കുവാൻ നോക്കിയെങ്കിലും യേശു ക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമം, ആ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതല ഈ ജീവിതങ്ങളും കർത്താവെ അനുഭവിക്കട്ടെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ സാക്ഷ്യങ്ങൾ ആയിരങ്ങളെ കർത്താവെ വിടുവിക്കുന്ന കാരണമാക്കി തീർക്കുവാൻ പോകുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ ദയവായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. മാത്രവുമല്ല, ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്ന കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.